ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നൈറ്റ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞങ്ങളിന്നൊരു വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് ഗെയ്സ്. വെറൈറ്റി ഒന്നുമല്ല, സ്വാഭാവികം എല്ലായിടത്തും കണ്ടു വരുന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് കപ്പയും നമ്മുടെ കാന്താരിമുളക് ചമ്മന്തിയാണ് ഗെയ്സ്. കപ്പ കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയ്ക്കുള്ള മുളകിടിക്കാനുള്ള സാധനമെല്ലാം സെറ്റാക്കി വെക്കാം. അങ്ങ് ഫസ്റ്റ് നമ്മൾ പച്ചമുളകിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് സവോള ഉള്ളിയാണ് എടുക്കേണ്ടത്. ഉള്ളി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ സവോള എടുത്ത്. പിന്നെ അടുത്തതായിട്ട് ഉപ്പെടുത്ത്. ഇത് മൂന്നും കൂടെ ഞാനിട്ട് കൂട്ടി ഇടിക്കല്ലേ വെച്ചിട്ടാണ്. മിക്സിക്കകത്തിട്ട് നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇടിക്കല്ലേ വെച്ചിട്ട് മൂന്നും കൂടെ കൂട്ടി ഇടിക്കാനായിട്ട്. ഫസ്റ്റ് ഞാൻ പച്ചമുളകൊന്ന് നല്ല രീതിക്ക് ഇടിച്ചെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ സ്പൂണിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ ഇടിച്ച് കിട്ടാനായിട്ടുള്ള രീതിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അരിഞ്ഞു വെച്ച സവോള നല്ല രീതിക്ക് ഞാനൊന്ന് ഇടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ ഇതാ റെഡി ആയിട്ടുണ്ട്. അമ്മ വന്ന് കപ്പയെല്ലാം എടുത്ത് ഊറ്റി സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി ആ കാന്താരിമുളകും സവോളയും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിടാം. ആ ഇടിച്ച് വെച്ച മുളകിലോട്ട് കുറച്ച് ഉപ്പും നല്ല രീതിക്കാണ് ഞാൻ ഒഴിക്കുന്നുണ്ട്. ശകല എരിവ് കൂടുതലുള്ള മുളകായതുകൊണ്ടാണ്. പിന്നെ രണ്ടടപ്പ് വിനാഗിരിയും കൂടിയാണ് ഞാൻ അതിൻ്റെ അകത്ത് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മുളകിൻ്റെ എരിവ് അങ്ങ് നല്ല രീതിക്ക് മാറി കിട്ടുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളുടെ കപ്പയും മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.